1954 ബുഡാപെസ്റ്റിന് സമീപത്തുള്ള ഗൈല എന്ന് പറയുന്ന ഒരു ചെറുപട്ടണത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ യഥാർത്ഥത്തിൽ ജൂതവേരുകളുണ്ട്. അത് ഹോളോകോസ്റ്റിൻ്റെയൊക്കെ സമയത്ത് യൂറോപ്പിൽ മൊത്തത്തിൽ അനുഭവിച്ച ജൂതവിരോധത്തിൻ്റെ ആ പ്രതിസന്ധികളിൽ നിന്ന് തരണം ചെയ്യുന്നതിന് ആ ജൂതവേരുകളെ മറച്ചു വെച്ചുകൊണ്ടാണ് അവിടെ ജീവിച്ചത്. യഥാർത്ഥത്തിൽ ക്രസൻഹോർക്ക് തന്നെ താനൊരു ജൂത പിന്തുടർച്ചയുള്ള ആളാണെന്ന് മനസ്സിലാക്കുന്നത് 10-12 വയസ്സായതിന് ശേഷമാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛനൊരു അഭിഭാഷകനായിരുന്നു, അമ്മ അവിടുത്തെ സർക്കാർ സർവീസിൽ ഉദ്യോഗസ്ഥയായിരുന്നു. മനഃശാസ്ത്രത്തിലും ക്രിമിനൽ സൈക്കോളജിയിലും ലോയിലുമൊക്കെയാണ് അദ്ദേഹം പഠിക്കാൻ ശ്രമിച്ചത്. അവസാനം അദ്ദേഹം സാഹിത്യത്തിൻ്റെ രംഗത്ത്, ഭാഷയും സാഹിത്യവും പഠിക്കുന്ന രംഗത്തെത്തുന്നു. കാഫ്കയെയും ദസ്തവിസ്കിയെയും പോലുള്ള ആളുകളെ വായിച്ചുകൊണ്ടാണ് ഈ പുസ്തകങ്ങളുടെ ലോകത്തേക്ക് അദ്ദേഹം വരുന്നത്. ഒരുപക്ഷെ അത്തരത്തിലുള്ള റൈറ്റേഴ്സിനെ വായിച്ചതുകൊണ്ടാകണം എക്കാലവും മനുഷ്യജീവിതത്തിൻ്റെ ഏറ്റവും ഇരുളടഞ്ഞ മുഖങ്ങളെ, ഏറ്റവും അസംബന്ധപൂർണമായ ലോക ജീവിത ക്രമങ്ങളെ തേടി അദ്ദേഹം പോവുകയും അതിനെ അത്രത്തോളം ഇരുണ്ട ഭാഷയിൽ അതിനെ ചിത്രീകരിക്കുകയും ചെയ്തു.